നോക്കൂ. ഞാനത് ഏക്കുകയും ചെയ്യും. ഇരുന്നു ഞാൻ ഏക്കുകയും. ഞാൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ പിന്നെ അത് പിന്നെ അങ്ങനെ അത് വളരുന്നേ? അത് താൻ അറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ല, തന്തയില്ലാതെ ഒരു കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? പിന്നെ ആ കൊച്ചു ആരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അതന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. കുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ MLA, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒരു യുവതിയോട് അയാളുടെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു ഛിദ്രം ചെയ്യുന്നതിനെ നിർബന്ധിക്കുന്നതാണ്. ആ സ്ത്രീ അതിന് വഴങ്ങാത്തൊരു സാഹചര്യം, അതിന് നിർബന്ധിക്കുന്നതാണ് നാം കാണുന്നത്, കേട്ടത് അല്ലേ മനസ? അതെ, അത് തന്നെയാണ് ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ കൂടി പുറത്തു വരുന്നത്. അതായത് ഗർഭചിത്രത്തിനായി ഒരു യുവതിയെ സമീപിക്കുന്ന ഒരു രീതിയാണ് ഈ ഓഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു യുവ നടിയാണ് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു യുവതിയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകൾ രാഹുലിന്റെ വലയിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെയും തന്നെയാണ് ഈ ഒരു പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധിയിൽ നിന്നുമാണ് സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകുന്നത്. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു വ്യക്തമായ മറുപടി രാഹുലിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും മനസ്സ്, അതായത് മിസ്യൂസ് ചെയ്യരുത് എന്നാണോ ആ ചാറ്റിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വായിക്കുകയും പറയുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഗതികേടാണ്. പക്ഷേ സമൂഹത്തിന് മാതൃകയാകേണ്ട ജനപ്രതിനിധി ആയ യുവ MLAയിൽ നിന്ന്, യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് ഉള്ള കാര്യങ്ങളായതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലൊരു ഒഫൻസ് ഇതിൽ ഉള്ളതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്.